ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടക സംക്രാന്തിയാണ്. നാളെ വെള്ളിയാഴ്ച കർക്കിടകം 1 ആണ്. നമ്മൾ ഏറെ ഭക്തിയോടെ കാത്തിരുന്ന പുണ്യമാസമായ കർക്കിടക മാസം പുണ്യമാസം തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് ഇന്നത്തെ പുണ്യദിന വിശേഷങ്ങളിലേക്ക് കടക്കാം. കർക്കിടക സംക്രാന്തിയാണ് ഇന്ന്. കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് അത് വെറും ഒരു മാസമല്ല, അത് രാമായണ മാസമാണ്. വൈശാഖ മാസം പോലെ തന്നെ ഭഗവത് നാമജപങ്ങൾ കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ടും ധന്യമാക്കേണ്ട പുണ്യകാലമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിൽ ഒരു മനുഷ്യൻ്റെ കഴിവിൻ്റെ പരമാവധി എത്രത്തോളം വൃത്തിയാക്കാൻ കഴിയുമോ അത്രത്തോളം വൃത്തിയായിട്ട് വീട് സൂക്ഷിക്കണം എന്നാണ് കർക്കിടക മാസത്തിൽ പറയുക. അത്രത്തോളം ആദരവോടെയും മുന്നൊരുക്കത്തോടെയും വേണം ഈ പുണ്യമാസത്തിനെ വരവേൽക്കാൻ എന്നാണ്. സംക്രാന്തി ദിവസം ഭവനങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ആ മാസം മുഴുവൻ ഐശ്വര്യം നിലനിർത്തുന്നത് എന്നാണ് വിശ്വാസം. സംക്രാന്തി ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് വീടും പരിസരവും ശുദ്ധിയാക്കുക എന്നുള്ളത് തന്നെയാണ്. വീടിൻ്റെ എല്ലാ കോണുകളും മാറാലകളൊക്കെ തട്ടി വൃത്തിയാക്കി തറ തുടയ്ക്കുമ്പോൾ കല്ലുപ്പിട്ട വെള്ളം കൊണ്ട് തുടച്ച് നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റി നല്ല ശുദ്ധമാക്കി വെക്കേണ്ട ദിവസമാണ്. തുടർന്ന് മഞ്ഞൾ വെള്ളം തളിച്ച് വീടും പരിസരവും ശുദ്ധീകരിക്കേണ്ടതാണ്. പണ്ടൊക്കെ അടുക്കളയിലൊക്കെയുള്ള അടുപ്പുകളെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പോലെ ഗ്യാസ് അടുപ്പുകളൊന്നും ആവണമെന്നില്ല. ഇപ്പോഴും അങ്ങനത്തെ അടുപ്പുകൾ യൂസ് ചെയ്യണവരുണ്ട്, ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ പണ്ടത്തെ കാലങ്ങളിൽ ഈ അടുപ്പുകളൊക്കെ ചാണകം മെഴുകി പവിത്രമാക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അടുക്കള വൃത്തിയാക്കി സൂക്ഷിക്കാം. വീടുകളിലെ അശുദ്ധിയും ദാരിദ്ര്യവും എല്ലാം തൂത്തുവാരി വീടിന് പുറത്താക്കുക എന്നുള്ളൊരു സങ്കല്പമാണിത്. അതായത് ചേട്ടാ ഭഗവതിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. അശുഭകാരമായത് എല്ലാം നീക്കി ശ്രീ ഭഗവതിയെ, അതായത് ലക്ഷ്മി ദേവിയെ ഭവനത്തിലേക്ക് വരവേൽക്കാനാണ് ഈ ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ വൃത്തിയാക്കലുകളൊക്കെ സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുന്നതിന് മുമ്പായി ചെയ്തു തീർക്കണം എന്നുള്ളതാണ്. കർക്കിടകം 1-ാം തീയതി വിശേഷപ്പെട്ട വെള്ളിയാഴ്ച കൂടിയാണ് വരുന്നത്. ഭഗവതിയെ വരവേൽക്കാനായിട്ട് അഷ്ടമംഗലം ഒരുക്കി വയ്ക്കണം. പറമ്പുകളിൽ നിന്ന് ദശപുഷ്പങ്ങൾ പറിച്ച് നമ്മൾ കർക്കിടകം 1-ാം തീയതി ശീബോധി വയ്ക്കാറുണ്ട്. അതേപോലെ മുക്കുറ്റി പറിച്ച് അതിൻ്റെ വേരുകളൊക്കെ കളഞ്ഞ് അരച്ച് നെറ്റിയിൽ തൊടുന്നത് ശരീരത്തിന് ശുദ്ധിക്ക് നല്ലതാണെന്നാണ്. കറുക, പൂവാങ്കുറുനില, കയ്യോന്നി തുടങ്ങിയ ദശപുഷ്പങ്ങൾ തലയിൽ ചൂടണതും വെളിച്ചെണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്നതും ഒക്കെ ആ ഒരു കാലത്തെ പ്രധാന ആചാരങ്ങളാണ്. കർക്കിടക മാസമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ് ദശപുഷ്പങ്ങളെന്ന് നമുക്കറിയാം. നമ്മൾ ചീബോധി വയ്ക്കുമ്പോൾ ദശപുഷ്പങ്ങളും കൂടി അഷ്ടമംഗല്യത്തിൻ്റെ കൂടെ വയ്ക്കാറുണ്ട്. ഭഗവതിയെ വരവേൽക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ദശപുഷ്പങ്ങൾ എന്ന് പറയുന്നത് ദുർവ, അതായത് കറുക, വിഷ്ണുക്രാന്തി, നിലപ്പന, ചെറുള, മുക്കുറ്റി, കഞ്ഞുണ്ണി അല്ലെങ്കിൽ കയ്യുണ്യം, മോക്ഷമി അല്ലെങ്കിൽ മുയൽച്ചെവിയൻ, ഉഴിഞ്ഞ, പൂവാങ്കുറുനില, തിരുതാളി, ഇത്രയാണ് ദശപുഷ്പങ്ങൾ. കോരിച്ചൊരിയുന്ന കർക്കിടക മഴയിൽ ശരീരത്തിൻ്റെ ആരോഗ്യം കുറച്ച് നശിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ആളുകൾ പത്തിലക്കറിയും ഔഷധക്കഞ്ഞിയും ഒക്കെ ശീലമാക്കിയിരുന്ന കാലമാണ്. ഇന്ന് ഔഷധക്കഞ്ഞിയുടെ കൂട്ടുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ശരീരസൗഖ്യം നിലനിർത്തേണ്ടത് എപ്പോഴും അത്യന്താപേക്ഷിതം തന്നെയാണ്. കാരണം ശരീരസൗഖ്യം ഉണ്ടെങ്കിലാണ് ഭഗവത് ചിന്തയോടെ നല്ലൊരു മനസ്സ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ആദ്യം ശരീരം ശുദ്ധിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ അതിലൂടെ നല്ല ഊർജം ഉണ്ടാവും. നമ്മുടെ സംസ്കാരത്തിൽ കർക്കിടക മാസം എന്ന് പറയുന്നത് ഭക്തിയുടെയും ആത്മവിചിന്തനത്തിൻ്റെയും ആത്മശുദ്ധീകരണത്തിൻ്റെയും മാസമായിട്ടാണ് കണക്കാക്കുന്നത്. മഴയുടെ കുളിർമയിലും പ്രകൃതിയുടെ പച്ചപ്പിലും മനുഷ്യൻ ദൈവസാന്നിധ്യം കൂടുതൽ അനുഭവിക്കുന്ന വിശുദ്ധകാലം. ഈ മാസത്തിൽ ക്ഷേത്രദർശനം, രാമായണ പാരായണം, നെയ്ദീപം തെളിയിക്കുക, ദാനധർമ്മങ്ങൾ
ഇതൊക്കെ പ്രത്യേക പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. രാവിലെയോ വൈകുന്നേരമോ അനുയോജ്യമായ ഒരു സമയത്ത് ശുദ്ധിയോടെ രാമായണം പാരായണം ചെയ്യുന്നത് കർക്കിടക മാസത്തിൽ നല്ലതാണ്. രാമായണം വായിക്കുന്നിടത്ത് ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാവും എന്നുള്ളതാണ്. രാമായണം മുഴുവൻ വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ രാമ എന്ന് ജപിച്ചാലും മതി എന്നുള്ളതാണ്. അത് ശിവൻ്റെ മൂലമന്ത്രത്തിലെ മാ എന്നുള്ള അക്ഷരവും നാരായണ മന്ത്രത്തിലെ രാ എന്നുള്ള അക്ഷരവും കൂടി ചേർന്നിട്ടുള്ള ഒരു മഹാമന്ത്രമാണ് രാമ എന്നുള്ള മന്ത്രം. അപ്പോൾ രാമ 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 എന്ന് ജപിക്കുക. അതാണ് രാമായണം വായിക്കാൻ കഴിയില്ലെങ്കിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ദുരിതങ്ങളുടെ പേത്ത് വരുന്ന കർക്കിടകത്തിനെ ഭക്തിയോടെ മറികടന്ന് പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ഈ സംക്രാന്തി ദിനങ്ങളിൽ നല്ല ചിട്ടയോടെ വീടിനെ ഐശ്വര്യപൂർണ്ണമാക്കി മാറ്റാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. അപ്പോൾ ഇന്ന് കർക്കിടക സംക്രാന്തിയാണ്. അപ്പോൾ വെള്ളിയാഴ്ച വരണ കർക്കിടകം 1 കർക്കിടക മാസം വരാൻ പോവുകയാണ്, പുണ്യമാസം വരാൻ പോവുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.